ഹലോ ട്രേഡേഴ്സ്, ഇന്ന് മാർച്ച് 12 ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ നമുക്കറിയാം ഇന്നലെ മാർക്കറ്റ് ഒരു നിഫ്റ്റി എക്സ്ട്രാ ബുള്ളിഷും ബാങ്ക് നിഫ്റ്റി ഭയങ്കര വീറിഷുമായിട്ട് ക്ലോസ് ചെയ്ത ദിവസമായിരുന്നു. അപ്പം നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇൻഡസ്ഇൻഡ് ബാങ്ക് 20% പൊട്ടിയ ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ചിട്ട് ഭയങ്കര വീക്കാണ്. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട്. ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ടിൽ വീണ്ടും വന്നു. അതായത് ഇന്നലെ ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ നടന്നിട്ട് എക്സാക്ട്ലി ആ ഒരു ലെവലിൽ കൃത്യം അവിടെ ക്ലോസ് ചെയ്തു. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പം ഈ ഒരു ലെവൽ, അതായത് ഇത് 1, 2, 3, 4 തവണ ഈ സെയിം ലെവൽ ബാങ്ക് നിഫ്റ്റി ടച്ച് ചെയ്തു. 47,850 എന്ന് പറഞ്ഞ ലെവല് ബാങ്ക് നിഫ്റ്റി 4 തവണ ടച്ച് ചെയ്തിരിക്കുക. അപ്പം മൾട്ടിപ്പിൾ ടൈംസ് ഒരു സപ്പോർട്ട് ടച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് കൂടുതൽ വീക്ക് ആവുക എന്നുള്ളതാണ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് ബാങ്ക് നിഫ്റ്റി ഇൻ കേസ് ഇപ്പം ഇന്നലത്തെ ഈ ഒരു ലെവലിന്, അതായത് ചൊവ്വാഴ്ച ക്ലോസ് ചെയ്ത ലെവലിന് താഴെയാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം രണ്ടും ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും രണ്ട് വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ പ്രോപ്പറായിട്ട് സിങ്ക് ചെയ്യാതെ നമുക്കൊരു കൺവിക്ഷനോട് കൂടി നമുക്ക് എൻട്രി എടുത്ത് കാണിച്ചിട്ട് പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ലെവലും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. അപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പണിങ്ങിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ കഴിഞ്ഞിട്ട് ഒരു ഹൈ അന്നത്തെ ദിവസം ആ മോർണിംഗിൽ ക്രിയേറ്റ് ചെയ്ത ഹൈക്ക് അടുത്ത് വന്നിട്ട് 2 തവണ അവിടെ റിജക്ഷൻ ആയി. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയില് കൃത്യം അവിടെ വന്നപ്പോഴത്തേനും വീണ്ടും 2:10 വീണ്ടും ഒരു സെല്ലിങ് അവിടെ വന്നു, കൃത്യം ആ ലെവലിൽ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ലെവൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലെ റിജക്ഷൻ വന്ന ഡേ ഹൈ ലെവൽ 2 തവണ ആ സെയിം ലെവലിൽ നിന്ന് റിജക്ഷൻ വന്നു. അപ്പം ഇന്നത്തെ ദിവസം മാർക്കറ്റ്, അതായത് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഫുൾ ഡേ, അതായത് മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ ഈ ഒരു ചാനലിനകത്ത് ബാങ്ക് നിഫ്റ്റി സൈഡ് വേസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു ലെവൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഭയങ്കര ക്രിട്ടിക്കലാണ്. ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ഇന്നിപ്പം ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു ലെവലിലും മൾട്ടിപ്പിൾ ടൈംസ് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്തത്. ഇപ്പൊ ഈ ലെവലും ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്തിട്ടില്ല. ഇതാണ് ഡേ ലോ എങ്കിലും ഈ ലോയ്ക്ക് താഴെ ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ലെവൽ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം, നിങ്ങൾ വാച്ച് ചെയ്തോണം. ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ഇന്നിപ്പം ഈ ലോയ്ക്ക് താഴെയാണ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കണം. ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ഇന്നിപ്പം ഈ ഇന്നലത്തെ പി ഡി സി ഇന്ന് മാർക്ക് ചെയ്യാം. ഇന്നലത്തെ പി ഡി സി, ബാങ്ക് നിഫ്റ്റിയുടെ പി ഡി സി ഇതാണ്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ പി ഡി എൽ ആണ്, പി ഡി എച്ച്. ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ഈ പി ഡി എച്ചിനും പി ഡി സിക്കും ഇടയ്ക്കാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ പി ഡി സി സപ്പോർട്ട് എടുത്തൊരു 1/4 മണിക്കൂറെങ്കിലും നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മുകളിലോട്ടുള്ള എൻട്രി നിങ്ങൾ പ്ലാൻ ചെയ്യാവുള്ളൂ. അതുകൂടാതെ പി ഡി സിക്ക് താഴെയാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അതായത് പി ഡി സിക്ക് താഴെയും ഈ പി ഡി എല്ലിന് മുകളിലുമാണെങ്കിൽ നമുക്ക് പി ഡി എല്ലും കൂടെ മാർക്ക് ചെയ്യാം. അപ്പം ഈ പി ഡി സിക്കും പി ഡി എല്ലും താഴെ ഓപ്പണിങ് ഇൻ ബിറ്റ്വീൻ, അതായത് ഏകദേശം ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ റേഞ്ചിന്റെ മധ്യഭാഗത്തായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു പക്ക സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു നല്ലൊരു ട്രേഡ് കിട്ടണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഐദർ ഈ പി ഡി എച്ചിന് മുകളിലോ അല്ലെങ്കിൽ പി ഡി എല്ലിന് താഴെയോ ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേനാണ് നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളത്. അല്ലെങ്കിൽ ഈ ലെവലിനകത്താണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഒരു സൈഡ് വേസ് ആയിട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾ നിഫ്റ്റിയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിഫ്റ്റിയിൽ ഇന്നലത്തെ ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ ഓപ്പണിന് ശേഷം ഒരു 1 വേ, അതായത് ഒരു ട്രെൻഡിങ് അപ്പ് മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം.
അതൊരു വൺ വേ അപ്പ് മൂവ്മെന്റ് ആയിരുന്നു. ജസ്റ്റ് ഒരു മിഡിൽ, ഇന്നലത്തെ റേഞ്ചിന് മിഡിൽ വന്നപ്പോഴത്തേനൊന്ന് പോസ് ചെയ്ത് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ക്ലോസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈ തന്നെയാണ് എക്സാക്ട്ലി. അപ്പം ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇൻ കേസ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഇന്ന് അതിന്റെ PDന് താഴെയും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇന്ന് അതുകൂടാതെ നിഫ്റ്റി ഇന്ന് ഈ PDന് താഴെയാണ് ഒരു റെഡ് ക്യാൻഡലോട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, സപ്പോസ് ഇപ്പം ഈ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സ്വിംഗ് ലോവും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ, അതായത് ബാങ്ക് നിഫ്റ്റിയിലെ ആ ഒരു വീക്ക്നെസ് നിഫ്റ്റിയിൽ ചിലപ്പം ഇങ്ങനെ താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ലെവൽ മാച്ച് ചെയ്യേണ്ട സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു സപ്പോർട്ട് ലെവൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇൻ കേസ് നിഫ്റ്റി ഇന്നിപ്പം ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു ലെവലിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അതായത് ഞാൻ ഈ ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ 22,418-നും PDHനും ഇടയ്ക്കായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ലെവൽ ക്രിട്ടിക്കലാണ്. കാരണം ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പാടില്ല. ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും PDയിൽ വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റി അൾട്രാ ബിയറിഷ് ആണ്. ബാങ്ക് നിഫ്റ്റി ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ടിൽ നിൽക്കുകയാണ് ബാങ്ക് നിഫ്റ്റിയുടെ. അപ്പം അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി അതിന്റെ ഇന്നലത്തെ ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഫ്റ്റിയിലും മിക്കവാറും ഇങ്ങനെ ഒരു ഫോൾ ഇവിടെ കാണാൻ ഉള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇൻ കേസ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയും അതിന്റെ ക്രിട്ടിക്കൽ സപ്പോർട്ടുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യാതെ ഒരു 1/4 മണിക്കൂറെങ്കിലും സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊന്നൊരു അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ നിഫ്റ്റി അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ വേറെ കാര്യങ്ങളുണ്ട്. അതായത് നിഫ്റ്റി ഇന്നലെ നമ്മളിപ്പം ഈ ഒരു ലെവലിൽ നിന്നുള്ള ഒരു ഫോള് അതിന്റെ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ഈ ഫോള്. ഈ ഫോളിന്റെ 50% ലെവൽ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പം ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നതും ആ ഒരു 50% ലെവലിന് മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി. അതായത് ഈ ഒരു ഫോളിന്റെ 50% നിഫ്റ്റിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലെ സ്ഥിതി അതല്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഭയങ്കര വീക്കാണ്. കാരണം വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ ആ ഒരു ഫോളിന്റെ ഒരു 50% പോലും എത്തിയിട്ടില്ല. അപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ലെവൽ ഭയങ്കര ഇമ്പോർട്ടന്റ്. അതായത് ബാങ്ക് നിഫ്റ്റി ഇന്നിപ്പോൾ PDHന് മുകളിൽ ഗ്യാപ്പ് അപ്പായിട്ട് ഒരു ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇവിടുന്ന് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നിഫ്റ്റിയിൽ നമുക്കൊരു അപ്സൈഡ് മൂവ്മെന്റ് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ഇന്ന് നെഗറ്റീവായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയിൽ നിങ്ങൾ എൻട്രി എടുക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി വേണമെങ്കിൽ നിഫ്റ്റി എന്ന് പുൾ ഡൗൺ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഇൻ കേസ് നിങ്ങൾ നിഫ്റ്റി PDHന് മുകളിലും ബാങ്ക് നിഫ്റ്റി അതിന്റെ ഈ ഒരു ഇന്നലത്തെ PDHന്റെ താഴെയുമാണ് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിഫ്റ്റിയിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. നിഫ്റ്റിയിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും ഈ PDHന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യുള്ളൂ. ഇനിയും നിങ്ങളൊരു PDHന് മുകളിൽ നിങ്ങളൊരു എൻട്രി എടുത്ത് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരിക്കണം. അതായത് 22,656 പറഞ്ഞ ഈ ഒരു ലെവലായിരിക്കണം. അതുകൊണ്ട് ഇത് രണ്ടും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പ്രോപ്പറായിട്ട്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ അഗ്രസീവായിട്ട് നിങ്ങൾ കോൾ സൈഡിലോട്ട് നിങ്ങൾ എൻട്രി എടുക്കുന്നത് സൂക്ഷിച്ച് വേണം. പിന്നെ ഞാൻ ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റിയുടെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്നലത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഒരു 1-2 മാസത്തെ സപ്പോർട്ട് ലെവലാണ്. അപ്പൊ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഇൻ കേസ് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. 47,698, 47,700 എന്നുള്ള ഒരു ലെവലെന്ന് കൂട്ടിക്കും. ആ ലെവല് നിഫ്റ്റി ഇന്ന് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഡൗൺ ചെയ്താൽ നിഫ്റ്റിയിൽ നമുക്കൊരു ബിയറിഷ്നെസ് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കെയർഫുള്ളായിട്ട് എൻട്രി പ്ലാൻ ചെയ്യണം. അതായത് നിഫ്റ്റി ഇന്നിപ്പം ഈ ഒരു PDHന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു ഇച്ചിരി ബെയറിഷ് ഓപ്പണിംഗ് ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ഇന്നലത്തെ ഈ ഒരു റൈസ് മുഴുവൻ സോൾഡ് ഓഫ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇന്ന് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടുന്ന് വീണ്ടും നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് എടുത്ത് കയറണമെങ്കിൽ ഇവിടുന്ന് തിരിച്ച് വീണ്ടും കയറി പോകണം. അതായത് ഈ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റി കയറിയെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇന്നൊരു ഈ ഒരു ലെവൽ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി എവിടെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ നിഫ്റ്റിയിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാവുള്ളൂ. ഓക്കെ, താങ്ക് യു.